children, welcome back to my channel LKL Star Maths Class. This is exercise 3.2. Find the values of other 5 trigonometric functions in exercise 1 to 5. So, the first question is cos x is equal to negative 1 by 2, comma x lies in third quadrant. This is what we will study. So, വളരെ എളുപ്പമായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 10th ലൊക്കെ പഠിച്ച കോസ് സൈൻ കോസ് ടാൻ പിന്നെ അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോസെക് സീക്കോട്ട് സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കത് നോക്കാം. കണ്ടോ, കോസ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1/2 എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് പഠിക്കാം? ക്വാഡ്രന്റ് എന്താണെന്ന് ആദ്യം അറിയണം അല്ലേ. എക്സ് എവിടെയാണ് കിടക്കുന്നത്? തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഈ ക്വാഡ്രന്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെറുതായിട്ടൊന്നുകൂടെ വരയ്ക്കുകയാണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും, ഇത് സെക്കൻഡ് ആണ്, ദെൻ ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇതാണ് ക്വാഡ്രന്റ് എന്ന് പറയുക അല്ലേ. അതായത് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ അതിനെ 4 അല്ലേ, രണ്ടും കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. അതുകൊണ്ട് ഈ പോർഷനാണ് ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റേഷ്യോസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ. സോ ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം പോസിറ്റീവായിട്ട് മാത്രമായിരിക്കും ഇവിടെ വരിക. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്? സൈനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സൈനിൻ്റെ റെസിപ്രോക്കൽ ആരാണ്? കൊസീക്കാണ് സൈനിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. അതായത് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്താണ്? സൈൻ, കോസ്, ടാൻ. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ് അടുത്തത്? കൊസീക്ക്, സീക്ക്, കോട്ട് അല്ലേ. ഇതിനെ നമ്മൾ എന്തുകൂടി പറയാം? 1/sin x എന്ന് പറയാം. ഓക്കെ, ഇവിടെയോ 1/cos x. കണ്ടോ, ഇത് cos x. ഇവിടെയാണെങ്കിലോ 1/tan. കണ്ടോ, ഇതാണ് റെസിപ്രോക്കൽസ് എന്ന് പറയുക. സോ നമ്മൾക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഈ സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ എന്താണ്? സൈനും സൈനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കൊസീക്കും അല്ലേ. സൈനിൻ്റെ റെസിപ്രോക്കൽ ആരാണ്? കൊസീക്കാണ്. ഇവർ രണ്ടും കൂടെയാണ് കണക്ഷൻ. സോ ഇവർ രണ്ടുപേരും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഓക്കെ, സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ സൈനും സൈനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കൊസീക്കും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോഴേക്ക് ടാനാണ്. ഓക്കെ, ടാനും ടാനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോട്ടും മാത്രം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ ഫോർത്തിൽ വരുമ്പോൾ എന്തായിരിക്കും? കോസും കോസിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കും കേട്ടോ. കോസിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കും മാത്രം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ടാനും കോട്ടും മാത്രം പോസിറ്റീവ് ആവും. ഇവിടെ സൈനും കൊസീക്കും മാത്രം ആരായിട്ട് മാറും? പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ്? എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ സൈനും സൈനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കൊസീക്കും മാത്രം പോസിറ്റീവ് ആവും. ബാക്കി എല്ലാ റേഷ്യോസും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെൻ തേർഡിൽ വരുമ്പോൾ ടാനും കോട്ടും മാത്രം പോസിറ്റീവ് ആവും. ബാക്കിയെല്ലാം നെഗറ്റീവ് ആകും. ഫോർത്തിൽ കോസും സീക്കും പോസിറ്റീവ് ആവും. ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് ആവും. സോ ഇതൊന്ന് പഠിച്ചിരിക്കുക. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് എസ്, ഈ ക്വാഡ്രന്റിനെ എ എന്ന് കൊടുക്കാം, ഇവിടെ എസ് എന്ന് കൊടുക്കാം, ഇവിടെ എന്താണ്? ടി എന്ന് കൊടുക്കാം, ഇവിടെ എന്താണ്? സി എന്നും കൊടുക്കാം. അതായത് ഇങ്ങനെ പറയും, ഇതിപ്പോൾ ഓൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. സോ അതിന് നമ്മൾ എ എന്ന് എടുത്തു അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ സൈനും കോസും ആയതുകൊണ്ട് അതായത് ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, ഇങ്ങനെ ഒരു കോഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. സോ എയിൽ എല്ലാം പോസിറ്റീവ്, ദെൻ എസിൽ വരുമ്പോൾ സൈനും കോസും മാത്രം, ടിയിൽ വരുമ്പോൾ ടാനും കോട്ടും, ദെൻ കോസിൽ വരുമ്പോൾ സിയിൽ വരുമ്പോൾ കോസും സീക്കും. ഓക്കെ ആണല്ലോ. സോ നമുക്കിനി ഇതിപ്പോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്? കോസൈന് നിങ്ങൾ 10th പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം കുറച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പഠിച്ചു. പിന്നെ എന്താണ്? കോസ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പഠിച്ചു. ദെൻ ടാൻ ഈസ് ഈക്വൽ ടു വാട്ട്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചത്. സോ നമുക്ക് ഇതിനെ വെച്ചുകൊണ്ട് നമുക്കൊരു കുഞ്ഞി ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. അതായത് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കോസ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1/2 ആണ്. സോ ഇതാണ്, സപ്പോസ് ഇതാണ് എക്സ് എന്ന് കരുതുക. അപ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ദേ കിടക്കുന്ന പോലെ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ്. മനസ്സിലായല്ലോ? കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം ഞാനിവിടെ ഈ ഒരു കുഞ്ഞി ട്രയാങ്കിളിന് ഇവിടെ എക്സ് ആണ് നമ്മൾ കൊടുത്തത്. സോ ഈ എക്സിനെ റിലേറ്റ് ചെയ്തു
ചെയ്തുകൊണ്ട് ഇതിൻ്റെ എന്താണ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. സോ എക്സിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെയല്ലേ. സോ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ള കോസ് എക്സ് ഇസ് ഈക്വൽ ടു -1/2 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ ആരാണ് 1 വരും അല്ലേ. എക്സിൻ്റെ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. പിന്നെ ഇനി എക്സിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും പോവുക? എക്സിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. സോ അവിടുത്തെ എന്തായിരിക്കും 2 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ബേസും ഉണ്ട് ഹൈപ്പോട്ടന്യൂസും ഉണ്ട്. നമുക്കിനി ആരും കൂടെ വേണം? ഓൾട്ടിറ്റ്യൂഡും കൂടി വേണം. അപ്പോൾ നമ്മൾക്ക് എന്ത് കൊടുക്കാം? പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാലോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇനി അഥവാ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ബേസ് സ്ക്വയർ ആണെങ്കിലോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, വിച്ച് മീൻസ് വാട്ട്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. നമുക്കിവിടെ ആരെ കണ്ടെത്തേണ്ടേ? ഓൾട്ടിറ്റ്യൂഡാണ്. സോ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഫോർമുല ഏതാണ്? ഇതല്ലേ നമുക്ക് ആപ്റ്റായിട്ട് വരുന്നത്. എ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. സോ നമുക്കതൊന്ന് കണ്ടെത്താം അല്ലേ. എ സ്ക്വയർ നമുക്ക്, അതായത് തേർഡ് സൈഡ് നമുക്കിവിടെ വേണം, അതായത് ഓൾട്ടിറ്റ്യൂഡാണ് നമുക്കിവിടെ വേണ്ടത്. സോ അത് ഫോർമുല എടുത്ത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. കണ്ടോ, ഇതെടുക്കാം. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഉണ്ട് ആരാണ്? 2 സ്ക്വയർ മൈനസ് എന്താണ്? ബി സ്ക്വയറിന് വേറെ എന്ത് കൊടുത്താൽ മതി? 1 സ്ക്വയർ. ഇവിടെ എ എന്ന് മാത്രം കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഇപ്പുറേക്ക് മാറും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായത്? 4 - 1 റൂട്ടിൽ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? √3 കിട്ടി. അപ്പോൾ നമുക്ക് ആരെ കിട്ടി? ഇതാ നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിന് കിട്ടി. കണ്ടോ, അപ്പോൾ ഈസി അല്ലേ. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. നമ്മളോട് പറഞ്ഞിട്ടുള്ള ബാക്കി 5 എണ്ണം കോസ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി ഇനി 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉള്ളതിൽ നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്. ബാക്കി 5 എണ്ണം കണ്ടെത്തണ്ടേ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ കോസിൻ്റെ റെസിപ്രോക്കൽ ആരാണ്? ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവർ തമ്മിലാണ് റിലേഷൻ അല്ലേ, കണക്ഷൻ ഉള്ളത്. സോ കോസും സീക്കും ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 1/2 ആണെങ്കിൽ സീക്ക് എന്തായിരിക്കും? 2/1 ആവില്ലേ. സോ നമുക്ക് ആദ്യം അത് എഴുതാമല്ലോ. നോക്കിയേ, സീക്ക് ഈക്വൽ ടു എന്ത് വരും? കോസ് നമുക്ക് ടെക്സ്റ്റ് എന്താണ് ക്വസ്റ്റിന് തന്നിട്ടുള്ള 1/2 ആണ്. സോ സീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ നേരെ തിരിച്ചെഴുതുക അല്ലേ, 2/1, വിച്ച് മീൻസ് എന്താണ്? 2 തന്നെയായിരിക്കും വരിക. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ എക്സ് എടുക്കാം. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? √3 ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് 2 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, സീക്ക് എഴുതി, സൈൻ എഴുതി, കോസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ആരെ എടുക്കാം? നമുക്ക് ടാൻ എക്സ് എടുക്കാമല്ലോ. സോ ടാൻ എക്സ്, ടാൻ എന്ന് പറയുന്നത് എന്താ ഞാനിവിടെ എഴുതി വെച്ചേന്ന് നോക്കിയേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണ് √3. അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. സോ നമുക്കതോടെ എഴുതിക്കൂടെ? √3/1, വിച്ച് മീൻസ് വാട്ട്? √3 തന്നെയാണ്. ഇനി നമുക്ക് ആരെയാണ് വേണ്ടേ? കണ്ടോ, അപ്പോൾ സീക്ക് എഴുതി, സൈൻ എഴുതി, എന്താണ് ടാൻ എഴുതി. ഇനി നമുക്ക് കൊസീക്ക് എഴുതാം അല്ലേ. സോ കൊസീക്ക്, ഈ കൊസീക്ക് എഴുതാനായിട്ട് ഒന്നുമില്ല. സൈനിൻ്റെ എന്താണ് റെസിപ്രോക്കലാണ്. അതവിടെ ഞാൻ എഴുതി വെച്ചില്ലേ, സൈൻ്റെ റെസിപ്രോക്കൽ എന്താണ്? കൊസീക്ക്. സോ നമ്മളിവിടെ സൈൻ എക്സ് ഓൾറെഡി എഴുതി വെച്ചു. സോ കൊസീക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ പോരെ? എന്താണ്? 2/√3. ഇനി ഒരാളെയും കൂടി എടുക്കണം അല്ലേ നമുക്ക്? കോട്ട്. സോ കോട്ട് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കോട്ട് ആരുടെ റെസിപ്രോക്കലാണ്? നമ്മുടെ ടാനിൻ്റെ റെസിപ്രോക്കലല്ലേ കോട്ടെന്ന് പഠിച്ചേക്കണ്ടോ. തുടക്കം തന്നെ എഴുതി കാണിച്ചു തന്നു. ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പം ടാൻ എന്താ നമ്മൾ എഴുതിയത്? √3/1 എന്നോ അല്ലെങ്കിൽ √3 എഴുതി. എന്തായാലും അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ എന്തായിരിക്കും വരിക? 1/√3 എന്ന് എഴുതി. ഇനി നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ട്, 1, 2, 3, 4, 5. ഈ 5ൻ്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തി. ബട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള എന്താണ്? എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. ഈ തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നു, ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, ഇതാണ് മൂന്നാമത്തെ. സോ ഇവിടെ വരുന്ന ആരാണ്? ടാനാണ് ഇവിടെ വരുന്നത്. ടാനും ടാനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോട്ടും മാത്രം പോസിറ്റീവ് വരണമെന്ന് ഞാൻ നേരെ പഠിപ്പിച്ചു വന്നു അല്ലേ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും അതെന്താവണം? പോസിറ്റീവ് ആവണം. അതേഴ്സൊക്കെ എന്താവണം? നെഗറ്റീവ് ആവണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ആൻസറിൽ അതെ ടാനും പിന്നെ ആരാണ്? കോട്ടും. കണ്ടോ. സോ ഇത് രണ്ടും മാത്രം നമ്മൾ ഇതിന് രണ്ടിനെയും മാറ്റി നിർത്തുക. ടാനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോട്ടിനെയും അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ആൻസേഴ്സിൽ നമുക്ക് എന്തിട്ട് കൊടുക്കുക? നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? ഇവിടെ ഇടരുത് കേട്ടോ.
ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ടിക്ക് ചെയ്തത്. സോ ടാനും ടാനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോട്ടിൽ മാത്രം നമ്മൾ സൈൻ ചേഞ്ച് ചെയ്ത് അത് പോസിറ്റീവാണ്. ബാക്കിയുള്ള എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി എന്താണ് ഇതിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഫസ്റ്റിലാണെങ്കിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. സെക്കൻഡിലാണെങ്കിൽ സൈനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കൊസീക്കും മാത്രം പോസിറ്റീവ് ആവും, ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് ആവും. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോഴേക്ക് ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ, ബാക്കിയുള്ള എല്ലാം എന്തായിട്ട് മാറും എന്നാ പറഞ്ഞ് നെഗറ്റീവായിട്ട് മാറും. അതേപോലെ ഫോർത്തിൽ വരുമ്പോൾ കോസിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കും മാത്രം എന്തായിട്ട് മാറും? നമുക്ക് പോസിറ്റീവായിട്ട് മാറും, ബാക്കിയുള്ള എല്ലാം എന്താണ്? നെഗറ്റീവായിട്ട് മാറും. സോ ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. ആ ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തി അതിനകത്ത് തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്, എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ടാനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോട്ടും മാത്രം പോസിറ്റീവ് ഇട്ടു, ബാക്കിയുള്ളതൊക്കെ എന്താക്കി? നെഗറ്റീവാക്കി ഇട്ടു. ഓക്കെ, നല്ലപോലെ മനസ്സിലായല്ലോ.